നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ മറ്റുള്ള ജഡ്ജിമാർ, അതായത് സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജിമാർ എതിരഭിപ്രായവുമായി രംഗത്ത് വരികയാണ്. പല വിഷയങ്ങളിലും അവർ കൃത്യമായി ചീഫ് ജസ്റ്റിസിനെ പരോക്ഷമായി എങ്കിലും ആക്രമിക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നമുക്കറിയാം, സുപ്രീം കോടതിയുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഒന്നും തന്നെ ഗോദി മീഡിയകൾക്ക് ഒന്നും തന്നെ ദഹിക്കുന്നില്ല. കുറച്ചു നാൾ മുമ്പ് പഹൽഗാം ഭീകരാക്രമണ വിഷയം വന്നപ്പോൾ പോലും സുപ്രീം കോടതിയെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് അർണബ് ഗോസ്വാമി വലിയ തോതിൽ അദ്ദേഹം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി ചാനൽ ചർച്ചയിൽ വന്നത്. സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെയാണത്രേ, അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത്തരത്തിലാണ് അർണബ് ഗോസ്വാമി വാചാലനായത്. അത്തരത്തിൽ കോടതിക്കെതിരെ ഒരു പരാമർശം നടത്തിയാലോ കോടതി അലക്ഷ്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാലോ ഉണ്ടാകാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് ചെറുതല്ലാത്തതാണ്. അതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത് വലുതാണ്. ഒരുപക്ഷെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിൻ്റെ മേധാവിയാണ് ഇത് പറഞ്ഞതെങ്കിൽ ആ ചാനലിനെ എന്നേക്കുമായി അടച്ചുപൂട്ടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വരെ നടത്താനുള്ള നിയമ പഴുതുകൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നടത്താം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഭരണഘടനയുടെ ആധികാരികമായ എല്ലാ സ്ഥാനമാനങ്ങൾ വഹിക്കുമ്പോഴും അതിൻ്റെ ഒന്നും അഹംഭാവം മുൻ ജസ്റ്റിസുമാരായിട്ടുള്ള ജസ്റ്റിസ് BR ഗവായിയോ അതുപോലെ സഞ്ജീവ് ഖന്ന എന്ന ചീഫ് ജസ്റ്റിസോ കാണിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ സൂര്യകാന്ത് എന്ന ചീഫ് ജസ്റ്റിസ് ഈ രാജ്യത്ത് ഒരു പുതിയ കോളിളക്കം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ, ശരിക്കും പറഞ്ഞാൽ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉദയത്തിന് വഴിതിരിയിക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരെ അവരെ കോക്രോച്ച് എന്ന വിശേഷണം നൽകിക്കൊണ്ട് വാർത്ത പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രസ്താവന പുറപ്പെടുവിച്ചത്. നോക്കൂ, ഈ സുപ്രീം കോടതിയുടെ രീതികളെയും പല രീതിയിലുള്ള നടപടിക്രമങ്ങളെയും രൂക്ഷമായ ഭാഷയിൽ രാജ്യസഭാ അംഗം കൂടിയായിട്ടുള്ള മുതിർന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവായിരുന്ന, മുതിർന്ന കോൺഗ്രസിൻ്റെ മുൻ നേതാവായിരുന്ന കപിൽ സിബൽ, അദ്ദേഹം ഇപ്പോൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചീഫ് ജസ്റ്റിസിൻ്റെ അനുമാനങ്ങളെ അംഗീകരിക്കാൻ തനിക്ക് വ്യക്തിപരമായി ഒരിക്കലും കഴിയില്ല. ഭരണഘടനാപരമായി ചീഫ് ജസ്റ്റിസ് എന്നത് സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ കസ്റ്റോഡിയൻ എന്ന രീതിയിൽ എല്ലാ രീതിയിലും സംരക്ഷണ അവകാശമുള്ള ആ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരം തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്നത് എന്ന് വന്നിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസിനെതിരെ മാത്രമല്ല, സുപ്രീം കോടതിയുടെ നടപടികൾ ഇപ്പോൾ പലതും പക്ഷപാതമാണ് എന്നുള്ളത് നിരന്തരമായി നൽകി വരുന്ന പൊതു ഹർജികൾ തള്ളുന്നത് വഴി ഈ രാജ്യത്ത് കോടതിയുടെ നടപടിക്രമങ്ങളെ ജനങ്ങൾ സംശയത്തോടെ കാണുകയാണ് എന്ന് മുതിർന്ന സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതിയിൽ എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ലാത്തത്, അതിൻ്റെ ഇരട്ടിയിലധികം ഇപ്പോൾ സുപ്രീം കോടതിയെ ആളുകൾ അതേ കണ്ണോടെ നോക്കിക്കാണുന്നു എന്നത് തികച്ചും കോടതി നടപടികളിൽ ഉണ്ടായ പരാജയമായാണ് കണക്കാക്കേണ്ടത്.